ക്രിസ്മസിന് നൈജീരിയയിലെ വിവിധ പള്ളികളിൽ കൊല്ലപ്പെട്ടത് 24-ാം തീയതി രാത്രി നാം എല്ലാവരും ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നൈജീരിയയിൽ കൊല്ലപ്പെട്ടത് 200-ലധികം ക്രിസ്ത്യാനികളാണ്. ആരും പ്രതിഷേധിച്ചില്ല. അവരുടെ നിറം കറുപ്പാണ്. അവരൊരു വോട്ട് ബാങ്കിന്റെ ആളുകളല്ല, സംഘടിത വോട്ട് ബാങ്കിന്റെ ആളുകളല്ല. അതുകൊണ്ട് അവരവിടെ പ്രതിഷേധിച്ചില്ല. അതേസമയം 30,000-ലേറെ മലയാളികൾ ജോലി ചെയ്യുന്ന ഇസ്രായേലിൽ ആ 30,000-ൽ ഭൂരിഭാഗവും ക്രിസ്ത്യാനികളാണ്. അവർ അവിടുന്ന് അയച്ചു കൊടുക്കുന്ന പണം അവരുടെ കുടുംബങ്ങളിലെത്തുന്നു. അവിടുന്ന് ഇവർ പിരിവായി മേടിക്കുന്നു. ആ കുടുംബാംഗങ്ങളുടെ വോട്ട് കൊണ്ട് ഇവർ അധികാരത്തിലെത്തുന്നു. എന്നിട്ട് ഹമാസിനെ പോരാളികളെയാക്കി. ഹമാസിന് വേണ്ടി ഇവർ ഐക്യദാർഢ്യ പ്രകടനങ്ങൾ നടത്തും. സ്വന്തം കൺമുന്നിൽ നടക്കുന്നതിനെ പ്രതികരിക്കില്ല. കണ്ടമാനിലെ കത്തിയ ബൈബിൾ ഉയർത്തി കാണിക്കും. പക്ഷേ കാസർഗോഡ് മുസ്തഫ ഡീസൽ ഒഴിച്ച് കത്തിച്ച്, വിശുദ്ധ ഗ്രന്ഥം ഡീസൽ ഒഴിച്ച് കത്തിച്ച് അതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. ആരൊക്കെ പ്രതികരിച്ചു ഇവിടെ? ഇപ്പോഴും എനിക്ക് മുമ്പ് സംസാരിച്ച വ്യക്തി ഉയർത്തി കാണിച്ചു. വേദനയോടെ ഞാനും അത് കണ്ടു. കത്തിയ ബൈബിൾ, ഇതേ ബൈബിൾ ഇവിടെ കത്തിച്ചല്ലോ മുസ്തഫ കാസർഗോഡ്. നിങ്ങൾ പ്രതികരിച്ചു. ഇതേ മുസ്തഫ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് മുന്നിലുണ്ടായിരുന്ന പുൽക്കൂട്ടിൽ നിന്ന് യേശുവിനെയും ഉണ്ണിയേശുവിനെയും മാതാവിനെയും ഔസേപിതാവിനെയും എടുത്ത് തോട്ടിലിറങ്ങുന്നു. നിങ്ങൾ പ്രതികരിച്ചു. നിങ്ങൾ പ്രതികരിച്ചില്ല. അപ്പൊ നമ്മളുടെ കൺമുന്നിൽ നടക്കുന്ന വിഷയങ്ങളിലാണ് നാം ആദ്യം പ്രതികരിക്കേണ്ടത്. നമ്മുടെ നിലനിൽപ്പാണ് നമ്മളിലെ പ്രധാനപ്പെട്ട മുഖ്യമായ കാര്യം. ആരാധനയ്ക്ക് വേർതിരിച്ചിരുന്ന പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ അത് പ്രവൃത്തി ദിവസങ്ങളാക്കാനായിട്ട് ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ നമ്മൾ കടന്ന് പ്രവർത്തിച്ച് അത് നിരുത്സാഹപ്പെടുത്തേണ്ടതായ ചുമതല നമുക്കുണ്ട്. എന്നാൽ അഭിവന്യ പിതാവായ സിറിൽ മാർ ബസേലിയോസ് തിരുമേനി പറഞ്ഞ ഒരു കാര്യം നിങ്ങളോട് അല്പം ഷെയർ ചെയ്യാൻ ഞാനാണ്. ഞായറാഴ്ച അവധി ദിവസം എന്നുള്ളത് മാറ്റിക്കൊണ്ട് അത് ഒരു ജോലിയുള്ള ദിവസമാക്കി തീർക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. പല കാലഘട്ടങ്ങളിലും പല ഭരണാധികാരികളും ഇതിൻ്റെ മേൽ പരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഒന്നിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പിതാക്കന്മാർ പറഞ്ഞു. നമ്മുടെ കൃഷി, നമ്മുടെ കച്ചവടം, നമ്മുടെ കുട്ടികൾ വളരെ കൂടുതലായിട്ട് മൈഗ്രേറ്റഡ് ആയിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നത് കൊണ്ടുള്ള പ്രതിസന്ധികൾ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സർക്കാർ അമിതമായിട്ട് കയറി ഇടപെടുന്നത് കൊണ്ടുള്ള പ്രതിസന്ധികൾ, മണിപ്പൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ ദേവാലയങ്ങളും അച്ഛന്മാരും വിശ്വാസികളുമെല്ലാം തകർക്കപ്പെടുന്നത് കാണുമ്പോഴുള്ള പ്രയാസങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ ഒന്നിക്കണം. അഭിനയ കലർങ്ങാട പിതാവ് അങ്ങനെ സഭാമക്കളെ ഒന്ന് ഉപദേശിച്ചപ്പോൾ ഉണ്ടായ കോലാഹലങ്ങളൊക്കെ ഒരു പക്ഷെ നമുക്കറിയാം. അതിൻ്റെ അകത്ത് യാതൊരു തെറ്റുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് അവരുടെ കടമയാണ്. സഭാമക്കളെ സഭയുടെ ഉപദേശങ്ങളും വിശ്വാസങ്ങളും പറഞ്ഞു പഠിപ്പിക്കേണ്ടതും അതിന് എതിരായിട്ടുള്ള തടസ്സങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അപകടങ്ങൾ വരുമ്പോൾ അതിനെ സഭാമക്കളെ അതിനെ ബോധ്യപ്പെടുത്തേണ്ട കടമ അതാത് സഭകളിലെ അധ്യക്ഷന്മാർക്ക് പിതാക്കന്മാർക്കുണ്ട്. ഞാൻ അത് ആ കൂട്ടത്തിലാണ്. ക്രിസ്ത്യാനിക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്ത്യാനിയാണെന്ന് ഞാൻ പറയുവാൻ ഏത് രാഷ്ട്രീയ നേതാവാണെന്ന് കേരളത്തിൽ തയ്യാറ്? ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ചാനലുകളിൽ. ഹിന്ദുക്കൾ വന്ന് അഭിമാനത്തോടു കൂടി പറയും. അത് എല്ലാ പാർട്ടിയിലെയും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു നേതാവ് വന്നിരുന്നു കൊണ്ട് പറയുന്നു, ഞാൻ അഭിമാനത്തോടു കൂടി രാമായണം വായിക്കും. ഇസ്ലാം മതത്തിലെ എല്ലാ നേതാക്കന്മാരും ഖുർആനെ പറ്റി പറയും. കേരളത്തിലെ ഏതെങ്കിലും ക്രിസ്ത്യൻ നേതാവ് ചങ്കൂറ്റത്തോടു കൂടി പരസ്യമായിട്ട് ചാനൽ പോലെയുള്ള ഇടങ്ങളിൽ ഞാൻ ക്രിസ്ത്യാനിയാണോ എന്ന് അഭിമാനിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിനുള്ള ചങ്കൂറ്റമുണ്ടോ? പ്രത്യേകിച്ച് നമ്മുടെ അവസരങ്ങൾ, ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് തരുന്നത് അത് മേടിച്ചെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ രൂപ നമ്മൾ ഇടവരുത്തട്ടെ പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടെ ഈ സമ്മേളനത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ചുട്ടരിച്ച ബൈബിൾ ഇംഫാലിൽ നിന്ന് ഇംഫാലിലെ ചുട്ടരിച്ച നമ്മുടെ ഒരു പള്ളിയിൽ നിന്ന് ഞാൻ എടുത്തതാണ്. മെയ് 3-ാം തീയതി അർദ്ധരാത്രിയിൽ കുറെ കവാലിയന്മാർ വർഗ വൈരാഗ്യ മതഭ്രാന്തന്മാർ ചെന്നു. ഓടിക്കോ എന്ന്
പറഞ്ഞു. ആ പള്ളിയിലെ പാസ്റ്ററും ഇംഫാലിലെ പള്ളിയിലെ പാസ്റ്ററും മക്കളും എന്ത് ചെയ്തു? ഓടി രക്ഷപ്പെട്ടു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 3-4 ട്രക്കുകൾ വന്നിട്ട് ആ പള്ളിയിലെ സകല സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി. അതിനുശേഷം അത് ഗ്യാസ് കുറ്റി കൊണ്ടുവന്ന് കത്തിച്ചു. അതിനുശേഷം എന്ത് ചെയ്യുന്നറിയാമോ? കോട്ടയം ജില്ലയിൽ മലനിരകളുടെ മടിത്തട്ടിൽ ദിവ്യപ്രഭയോടെ ഉയർന്നു നിൽക്കുന്ന ചോലക്കട മർമറിയം പള്ളിയിൽ ഉദ്ധിതനായ ഈശോ മിശിഹായെ നേരിട്ട് കണ്ട് അവിടുത്തെ തിരുവിലാവിൽ തൊട്ടുവിശ്വസിച്ച് കർത്താവും ദൈവവുമായി ഏറ്റുപറഞ്ഞ് അംഗീകരിച്ച തോമാസ് ലീഹായുടെ വിശ്വാസാനുഭവത്തിന്റെ പാരമ്പര്യം പേറുന്ന വിവിധ ക്രൈസ്തവ സഭകളുടെയും സംഘടനകളുടെയും പ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും പങ്കെടുക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ ആശയങ്ങളും ആശങ്കകളും അനിവാര്യതകളും ചർച്ച ചെയ്യപ്പെടുവാൻ പോകുന്ന ഐക്യത്തിന്റെ മഹാസംഗമ വേദിയിലേക്ക്, ക്രൈസ്തവ കാഹള സമ്മേളനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മനോഹരമായ ഈ സായാഹ്ന വേളയിലെ സമ്മേളനം ഈശ്വരാനുഗ്രഹത്തോടെ നമുക്ക് ആരംഭിക്കാം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി ഏവരും എഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ ഏറെ പ്രിയങ്കാരനായ വികാരിയച്ഛൻ റവറൻഡ് ഫാദർ സിറിൽ തോമസ് തയ്യലിനെ ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച് സംസാരിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈശോയിലേറെ സ്നേഹം നിറഞ്ഞ അഭിവന്ധ്യ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ നേതാക്കളെ, നമ്മുടെ ജനപ്രതിനിധി ശ്രീ സെബാസ്റ്റ്യൻ കൊളത്തുങ്കൽ സാറ്, അതുപോലെ മറ്റു പ്രിയപ്പെട്ട നല്ലവരായ മാതാപിതാക്കള്, സഹോദരി സഹോദരങ്ങള്, കുട്ടികളും കുഞ്ഞുങ്ങളും എല്ലാവരും ഉണ്ട്. സമയത്തിന്റെ പരിമിതി കൊണ്ട് അഭിസംബോധനകൾ ഒഴിവാക്കിയതാണ്. ഞാൻ എല്ലാവരെയും പെട്ടെന്ന് സ്വാഗതം ചെയ്യുകയാണ്. 1650 വരെ ഒന്നായിരുന്ന ഒരു സമുദായം, ഒരു ക്രൈസ്തവ വികാരം, നാട്ടുരാജ്യങ്ങളായിട്ട് ചിന്നിച്ചിതറി കിടന്നിരുന്ന ഒരു കാലഘട്ടം, ഒരൊറ്റ ഇന്ത്യ എന്ന് ചിന്തിക്കാൻ നമുക്ക് ആർക്കും പറ്റാതിരുന്ന, നമ്മുടെ പൂർവ്വർ പറ്റാതിരുന്ന കാലഘട്ടത്തിൽ ഒരൊറ്റ ഹെന്തോയുടെ മെത്രാപ്പോലീത്തായും ഒരൊറ്റ ഹെന്തോയുടെ അർക്കദിയാക്കോനും എന്നുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്ന ഒരു ക്രൈസ്തവ സമൂഹമാണ്. പിന്നീട് പല പാശ്ചാത്യ മിഷണറിമാരുടെ ആഗമനം, അതിന്റെ സ്വാധീനമെല്ലാമായിട്ട് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവ സമൂഹങ്ങൾക്കിടയിൽ പല സ്വാധീനങ്ങളും പല ഞെരുക്കങ്ങളും പ്രയാസങ്ങളും അനുകൂലവും പ്രതികൂലവുമായ പല കാര്യങ്ങളും നടക്കുകയുണ്ടായി. അങ്ങനെയാണ് ഇന്ത്യയുടെ സഭയുടെ ചരിത്രത്തിൽ പല സഭകൾ ഉടലെടുക്കാനുള്ള ഇടയായത്. അതേസമയം ഈശോ 12 ശ്ലീഹന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ, 12 ശ്ലീഹന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയപ്പോൾ, തോമാസ് ലീഹ തന്നെ പേർഷ്യയിലും ഹെബ്രോയിലും വന്നപ്പോൾ അവിടെയൊക്കെ സഭകൾ സ്ഥാപിച്ചതിന്റെ തുടക്കം മുതൽ തന്നെ പല സഭകളുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിനിടയിൽ ഒരുപക്ഷെ ചില പ്രായോഗികമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള സാമ്പത്തികമോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഭരണപരമോ ഒക്കെ ആയിട്ടുള്ള ചില കാര്യങ്ങളും സഭകളുടെ പിളർപ്പുകളുടെ പിന്നിൽ കണ്ടേക്കാം. അതിനെല്ലാം മാറി നമ്മൾ ഐക്യത്തിന് വേണ്ടിയുള്ള ദാഹം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ നമ്മുടെ കാലഘട്ടത്തിലും ഉണ്ടാകേണ്ടതാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. തൊഴിയൂർ സഭ എന്ന് അറിയപ്പെടുന്ന, ആഞ്ഞൂർ സഭ, മലബാർ സ്വതന്ത്ര സുറിയാനി സഭ എന്നിങ്ങനെ അറിയപ്പെടുന്ന ഒരു സഭയുടെ തലവൻ നമ്മുടെ കൂടെയുണ്ട്. പിതാവിനെ ഞാൻ അതിൻ്റെ ഒരു സ്വാഭാവികമായ പ്രോട്ടോകോൾ മാനിച്ചുകൊണ്ട് പിതാവിനെ ഏറ്റവും ആദ്യം വളരെ ക്ലേശങ്ങൾ സഹിച്ച് 6 മണിക്കൂറിലധികം യാത്ര തൃശ്ശൂര് അപ്പുറമുള്ള കുന്നംകുളത്ത് നിന്ന് യാത്ര ചെയ്ത് പ്രായത്തെയും
വിവിധങ്ങളായ ഇന്ന് കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പല പല കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് ട്രാഫിക്കിന്റെ വലിയ പ്രശ്നം, കാലടി പാലമൊക്കെ കടന്നു വരിക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. പിതാവ് വലിയ ത്യാഗങ്ങൾ സഹിച്ച് ഇവിടെ എത്തിച്ചേർന്ന് നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ഒരു കണക്കിന് പറഞ്ഞാൽ പിതാവിനെ അല്പം ശല്യപ്പെടുത്തി തന്നെയാണ്. പിതാവ് മനസ്സോടെ പിതാവ് വലിയ നമ്മുടെ ആ സ്നേഹപൂർവമായ നിർബന്ധം കൊണ്ട് പിതാവ് ഒരു പിതൃവാത്സല്യത്തോടെ സമ്മതിക്കുകയായിരുന്നു. പിതാവിന് തിരിച്ചു പോയിട്ട് പിതാവിന് അതിരാവിലെ കുർബാനയും ശുശ്രൂഷകളും ഒക്കെ ഉള്ളതാണ്. നാളെ ഞായറാഴ്ചയാണ്. അതുകൊണ്ട് പിതാവ് വലിയ സ്നേഹത്തോട് വന്നതിന് പിതാവിന് ഏറ്റവും സ്നേഹത്തോടു കൂടി ചുരുങ്ങിയ വാക്കുകളിൽ ഹൃദയം നിറഞ്ഞ സ്വാഗതം എല്ലാ മെത്രാന്മാരുടെയും വൈദികരുടെയും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ആശംസിക്കുകയാണ്. യാക്കോബായ സഭയുടെ കേരളത്തിലെ ഒരുപാട് നീറുന്ന പ്രതിസന്ധികളിലൂടെ തങ്ങളുടെ സ്വന്തം പള്ളി കൈവിട്ടു പോകുന്ന അനുഭവം എന്നൊക്കെ പറയുന്ന നമുക്ക് വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത്തരത്തിലുള്ള വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന യാക്കോബായ സഭയുടെ കോട്ടയം, നമ്മുടെ ഈ പ്രദേശമൊക്കെ ഉൾപ്പെടുന്ന കോട്ടയം ഭദ്രാസനത്തിന്റെ അധ്യക്ഷൻ അഭിവന്ധ്യ തോമസ് മാർ തിമോത്തിയോസ് മെത്രാപ്പോലീത്ത തിരുമേനി, ഞങ്ങള് പിതാവിനെ പോയി കണ്ടു. നേരത്തെ പിതാവുമായിട്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. എന്റെ സെമിനാരി കാലത്ത് പിതാവുമായിട്ട് ഒരിക്കൽ സംസാരിച്ചത് ഓർക്കുന്നു. പിതാവ് എന്ന് പറഞ്ഞ ഒരു വാക്ക് എന്റെ ഹൃദയത്തിൽ സ്പർശിച്ചതായിരുന്നു. അതായത് നമ്മളെല്ലാം ഒന്നായിരുന്നു. കൽദായ സുറിയാനി ആരാധനാക്രമം, പേർഷ്യയിലെ സഭയിൽ നിന്നുള്ള മെത്രാന്മാര് ഒക്കെയായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഒക്കെ പറഞ്ഞത് ഇപ്പോഴും ഹൃദയത്തിൽ തങ്ങി നിൽക്കുകയാണ്. അഭിവന്ധ്യ പിതാവും കോട്ടയത്ത് നിന്ന് നമ്മളുള്ള സ്നേഹത്തെ പ്രതിയാണ് ഇവിടേക്ക് എത്തിച്ചേർന്നത്. വലിയ സ്നേഹത്തോടുകൂടി പിതാവിനെ നമ്മുടെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സഹോദരി സഭയായ CSI സഭയുടെ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ സഭകൾ ഒന്നിച്ചു നിൽക്കണമെന്നുള്ളതിന്റെ വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു സഭ തന്നെയാണ്. 1947 വിവിധ സഭകൾ പ്രാർത്ഥന ക്രൈസ്തവ കൂട്ടായ്മകൾ ഒന്നിച്ചു ചേർന്ന് പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഇംഗ്ലണ്ടിൽ നിന്നുള്ള മിഷണറിമാരുടെ സുവിശേഷ പ്രവർത്തന ഫലമായിട്ട് ഒരുപാട് മിഷണറിമാർ ഇവിടെ ഒരുപാട് നന്മകൾ ചെയ്തതിന്റെ ഫലമായി രൂപം കൊണ്ട കൂട്ടായ്മകൾ ഒന്നിച്ചു ചേർന്ന് രൂപം കൊണ്ട CSI സഭയുടെ നമ്മുടെ ഈ പ്രദേശമെല്ലാം കൂട്ടിക്കൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ മേലുകാവ് ഈസ്റ്റ് കേരള മഹാ ഇടവകയുടെ ഭാഗമാണ്. ആ രൂപതയുടെ അധ്യക്ഷൻ ബിഷപ്പ് റവറൻ VS ഫ്രാൻസിസ് മെത്രാനെ ഏറെ സ്നേഹത്തോടുകൂടി അവരുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. പിതാവ് തിരുവനന്തപുരത്തുള്ള ഒരു പ്രോഗ്രാം ക്യാൻസൽ ചെയ്ത് അത് നാളത്തേക്കാക്കി ഈ വഴിക്ക് പിതാവ് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. അത്രയേറെ ത്യാഗങ്ങൾ സഹിച്ചാണ് പിതാവ് ഇവിടെ എത്തിച്ചേർന്നത്. ഇനി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ രൂപതയുടെ അധ്യക്ഷൻ സീറോ മലബാർ സഭ പാലാ രൂപത, പാലാ എന്നുള്ള മീനച്ചിൽ എന്നുള്ള നസ്രാണി കേന്ദ്രത്തിലെ സമുദായ നേതാവ് എല്ലാമായ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിനെ കുറിച്ച് അധികം മുഖവരുകളൊന്നും പറയുന്നില്ല. പക്ഷേ ഏറ്റവും ആനുകാലികമായിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. ജനം ആഗ്രഹിച്ച സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല ഒരുപാട് വൈദികരും മെത്രാന്മാരും ഒക്കെ ആയിട്ട് ഈ നാളുകൾ സംസാരിച്ചപ്പോഴെല്ലാം അവർ പോലും പ്രതീക്ഷിച്ച വലിയ ആഗ്രഹിച്ച സീറോ മലബാർ സഭയുടെ തലവനാകണമെന്ന് നമ്മളെല്ലാവരും, ഞാൻ അങ്ങനെ വ്യത്യസ്തരായ ആരും ഇവിടെ ഉണ്ടെന്ന് കരുതുന്നില്ല. സാമുദായികമായ വിഷയങ്ങളിൽ, സാമൂഹികമായ വിഷയങ്ങളിൽ, കാർഷികമായ വിഷയങ്ങളിൽ, വിശ്വാസപരമായ ആത്മീയമായ മേഖലയിൽ മാത്രമല്ല പൊതുകാര്യങ്ങളിലും വലിയ താല്പര്യത്തോടുകൂടി രാഷ്ട്രീയ മേഖലകളിൽ പോലും വലിയ വെല്ലുവിളികളൊക്കെയാണ് നടത്തിയിരിക്കുന്നത്. ദളിത് ക്രൈസ്തവരുടെ ഉന്നമനത്തിന് വേണ്ടി, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയുമെല്ലാം, ദരിദ്രരുടെ ഉന്നമനത്തിന് വേണ്ടി, പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്നു, ദരിദ്രരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുന്നു, പ്രളയത്തിന്റെ മേഖലയിലേക്ക് കടന്നു ചെല്ലുന്നു, വലിയ കോവിഡ് കാലത്തും ഇറങ്ങി പ്രവർത്തിച്ചു, വെള്ളത്തിലൂടെയൊക്കെ പിതാവ് യാത്ര ചെയ്യുകയുണ്ടായി. ഇങ്ങനെ വലിയൊരു പിതാവ്, നമ്മുടെ എല്ലാ അഭിമാനമായ നമ്മുടെ പിതാവ് സത്യം പറഞ്ഞാൽ പിതാവിന്റെ വാക്കുകൾ ഉള്ളത് തുറന്നു പറയുകയാണ്. അതായത് നോക്കട്ടെ എന്നാണ് പറഞ്ഞത്, വരാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും നോക്കട്ടെ എന്ന് പറഞ്ഞ രണ്ടർത്ഥമുണ്ട്. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് പറയുന്ന പോലെ വരാനും വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. യൂത്തിന്റെ സമയത്ത് ഞങ്ങൾക്ക് അത് ഒത്തിരി അനുഭവങ്ങളുണ്ട്. വരികയിലാന്ന് പോലും ചില സമയത്ത് വിചാരിച്ചു പോയി. എന്നാലും ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പിതാവ് വരും, ഏതെങ്കിലും സമയത്ത് ഒരു അവസാനമെങ്കിലും വരും. ഒരുപാട് പ്രോഗ്രാമുകൾ എനിക്ക് തോന്നുന്നു മാറ്റി വെച്ചിട്ടാണെന്നുള്ള ഒരു സംശയമില്ല. വിസീത്ത, അതുപോലെ മറ്റ് ലത്തീൻ സഭയിലെ മെത്രാന്റെ അഭിഷേകം എല്ലാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിൽക്കുമ്പോൾ പിതാവ് എത്തിച്ചേർന്നത് ഇത് വലിയൊരു പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആണെന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് പിതാവിനെ ഏറെ സ്നേഹത്തോടു കൂടി ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുക. പിന്നെ എൻ്റെ പ്രോട്ടോകോൾ ഇപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. പഴയ കാലത്തെ പോലെ പ്രോട്ടോകോൾ ഇപ്പോൾ അധികം യുവാക്കൾ നോക്കാറില്ല. ഞാൻ MLA സാറിനെ പെട്ടെന്ന് ക്ഷണിക്കുകയാണ്, പ്രത്യേക സ്വാഗതം ചെയ്യുകയാണ്. സമയക്കുറവുണ്ട്. ഞങ്ങൾ ഏത് നമ്മുടെ വിഷയത്തിന് വേണ്ടിയിട്ട് ഇടപെട്ടാലും നമുക്ക് ഇവിടെയും ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇടപെടുമ്പോൾ കാര്യത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയം നോക്കാതെ, മതമോ ജാതിയോ ഒന്നും നോക്കാതെ ഇടപെടുന്ന സാറിനെ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. മുൻ ജനപ്രതിനിധികളായ നമ്മുടെ ബഹുമാനപ്പെട്ട PC ജോർജ് സാറ്,
സാറും ഈ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള നന്മകളിലൂടെയാണ് നമ്മൾ റോഡുകൾ ഉൾപ്പെടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സാറ് ഒരു തരത്തിൽ വലിയൊരു ആരെയും മുഖം നോക്കാതെ സത്യം വിളിച്ചു പറയാൻ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ആർജവം കാണിക്കുന്ന വ്യക്തിയാണ്. ആരെന്ന് നോക്കാതെ നമ്മുടെ പ്രിയപ്പെട്ട സാറിനെ ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഞാൻ മറ്റ് വൈദികരെ ഒന്ന് പെട്ടെന്ന് സ്വാഗതം ചെയ്യുകയാണ്. സഭകൾ 9 സഭകൾ, 4 മെത്രാന്മാർ വന്നപ്പോൾ 4 സഭകളെ പ്രതിനിധീകരിച്ചു. പിന്നെ നമുക്ക് ലോകം മുഴുവനുള്ള ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ള ലത്തീൻ സഭയുടെ നമ്മുടെ മുണ്ടക്കയം ഇടവകയുടെ ആ പള്ളി നിർമ്മിച്ച ഇവർക്ക് സുപരിചിതനായ ജോബച്ചൻ നമ്മുടെ കൂടെയുണ്ട്. അച്ഛനെ ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു, ബഹുമാനപ്പെട്ട ജോബച്ചൻ. പിന്നെ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് കൽതായ സുറിയാനി, നമ്മുടെ സഭയുടെ സഹോദരി സഭ ആയിരുന്ന പാലാ ഇളന്തോട്ടത്തിൽ തുടക്കം കുറിച്ചിട്ട് തൃശ്ശൂരേക്ക് ആസ്ഥാനം മാറിയ ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ട് മാറിയ തൃശ്ശൂർ ഉള്ള കൽതായ സുറിയാനി അല്ലെങ്കിൽ അസീറിയൻ ഷൂറായ എന്നൊക്കെ വിളിക്കപ്പെടുന്ന സഭയുടെ ആന്റണി കൈതാരനച്ഛനെ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ ബസ് യാത്ര ചെയ്തു വന്നു. ഇനി ബസ് യാത്ര ചെയ്ത് കോയമ്പത്തൂർ പോയി രാവിലെ ശുശ്രൂഷകൾ പങ്കെടുക്കേണ്ട വ്യക്തിയാണ്. ഈ മീറ്റിംഗിന്റെ പ്രസക്തി മനസ്സിലാക്കിയാണ് അച്ഛൻ ഇവിടെ എത്തിച്ചേർന്ന ആന്റണി കൈതാരനച്ഛൻ. അതുപോലെ സീറോ മലങ്കര സഭയിൽ നിന്നുള്ള മുണ്ടക്കയത്തെ പള്ളിയുടെ വികാരിയച്ഛൻ. പുനരൈക്യം അല്ലെങ്കിൽ സഭകൾ ഒന്നിച്ചു നിൽക്കണമെന്നുള്ള ഇതിന്റെ പ്രായോഗികമായ മറ്റൊരു ഉദാഹരണമാണ് സീറോ മലബാർ സഭകളുമായിട്ട് ചേരുന്നതിന്റെ അങ്ങനെ പുനരൈക്യ പ്രസ്ഥാനമെന്ന് അവർ ഒരു വലിയ ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. വലിയ സ്നേഹത്തോടുകൂടി ബഹുമാനപ്പെട്ട തോമസ് മണ്ണൂരച്ചനെ നമ്മുടെ ഈ സമൂഹത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ മാർത്തോമാ സഭയിലെ മുണ്ടക്കയത്തെയും പാലായിലെയും അച്ഛന്മാര് അവർക്ക് ഗൗരവമായ അസൗകര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് വരാത്തത്. അവരെ അവരുടെ അസാന്നിധ്യത്തിൽ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ കൂടെയുള്ള മറ്റെല്ലാവരെയും ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട്, നല്ല ഓറിയന്റേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട്, ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ 1-ാം നൂറ്റാണ്ട് മുതലുള്ള ക്രൈസ്തവർ, നസ്രാണി ക്രൈസ്തവരുടെ കാര്യങ്ങൾ, അതുപോലെ പിന്നെ യൂറോപ്യൻ മിഷണന്മാരുടെ വരവിലൂടെ നമ്മുടെ നാട്ടിൽ ഉണ്ടായ നന്മകൾ, ഇവയെക്കുറിച്ച് ക്രൈസ്തവർ അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മുടെ ആനുകാലിക വിഷയങ്ങളെക്കുറിച്ച് ഏറ്റവും അധികം സംസാരിക്കാനായി എക്സ്പേർട്സ് ആയിട്ടുള്ള ജോർജ് കുട്ടി ആഗസ്തി സാറും, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളി വാതുക്കലും, ഇനി സഭയുടെ ഔദ്യോഗിക ഭാഗത്ത് നിന്ന് നമ്മുടെ മെത്രാന്മാരും വൈദികരും ഒക്കെ ഉള്ളപ്പോൾ വീണ്ടും നമ്മൾ ഒരുപാട് ഔദ്യോഗികതകളും ഫോർമാലിറ്റിയും നോക്കാതെ തന്നെ ക്രൈസ്തവരുടെ വിഷയങ്ങൾക്ക് ക്രൈസ്തവർ തന്നെ ഇറങ്ങി പുറപ്പെടണമെന്നുള്ള ശക്തമായ ആഗ്രഹവും അഭിനിവേശവുമുള്ള ദൈവത്തിന്റെ അഭിഷേകം ആരിലും പ്രവർത്തിക്കുക എന്നുള്ള തെളിവായിട്ടുള്ള വിവിധ ക്രൈസ്തവ സ്വതന്ത്ര സംഘടനകൾ ഉണ്ട്. അവരുടെ എല്ലാ പ്രതിനിധികൾ നമുക്ക് സാധിക്കുന്നിടത്തോളം സമയത്തിന്റെ പരിമിതിയൊക്കെ മനസ്സിലാക്കി ക്ഷണിച്ചിട്ടുണ്ട്. അവരെല്ലാം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഇതിനെക്കുറിച്ച് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അതൊന്നും നോക്കാതെ നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് തന്നെയാണ് നമ്മുടെ ഈ സംഘടനാ നേതാക്കളെ ക്രൈസ്തവർക്ക് പരസ്പരം തമ്മിൽ കാണത്തില്ല എന്നുള്ളത് വലിയ പ്രതിസന്ധിയൊന്നുമല്ല എന്ന് തെളിയിക്കുന്ന വേണ്ടി തന്നെ ആദ്യം എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിൽ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. അത് പെട്ടെന്ന് കൊടുത്തേക്കാം, സമയത്തിന്റെ കുറവുകൊണ്ടാണ്. അപ്പൊ നിങ്ങളെല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. കൂടാതെ നമുക്ക് നമ്മുടെ ഈ നാടിന്റെ ജനപ്രതിനിധിയായിട്ടുള്ള PC ജോർജ് സാർ കണ്ടത് ചോദിച്ചത് സാറിന്റെ ഭാഷയായോട് ഇനി ആർക്കും വിരുദ്ധമൊന്നുമില്ല. ക്രൈസ്തവരുടെ സമ്മേളനത്തിൽ നായർക്ക് എന്താണ് കാര്യം? പക്ഷെ ഞങ്ങളെ സമുദായ മീറ്റിങ്ങുകൾ, നസ്രാണി മുന്നേറ്റങ്ങൾ, രാക്കുളി ഉൾപ്പെടെ പല കാര്യങ്ങൾ നടത്തുമ്പോൾ അവിടെയെല്ലാം കടന്നു വരുന്ന ഒരു പ്രത്യേക ഒരു ചിന്തയാണ്, കേരളത്തില് നായർ സമുദായവും നസ്രാണി സമുദായവും അവരുടെ റോള് നിർവഹിച്ചില്ലെങ്കിൽ അത് ഗൗരവമായൊരു പ്രതിസന്ധി നമ്മുടെ കേരള സമൂഹത്തിൽ സൃഷ്ടിക്കും എന്നുള്ളത് രാഷ്ട്രീയ പ്രതിസന്ധി മാത്രമല്ല, നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരികമായ മേഖലയിലെ വലിയൊരു നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലാകും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ്. റജി ചേച്ചിയെ പ്രത്യേക സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, പ്രമുഖ മുന്നണികൾ, നമ്മുടെ രാജ്യം ഭരിക്കുന്ന മുന്നണിയുടെ പ്രമുഖ പാർട്ടിയായ BJP, നമ്മുടെ മോദിജിയുടെ പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി, അതുപോലെ മുൻ കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ അംഗം ബഹുമാനപ്പെട്ട ജോർജ് കുര്യൻ സാറുണ്ട്. സാറിനെ പ്രത്യേകം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ കേരളം ഭരിക്കുന്ന
CPM എന്നുള്ള പ്രമുഖ പാർട്ടിയുടെ നേതാവ്, പലപ്പോഴും CPIയുടെ നേതാവ്, ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ സമ്മിശ്ര വികാരങ്ങൾ നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ എന്തിനാണ് നമ്മളിങ്ങനെ പല പല പാർട്ടികളെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇവരെല്ലാം ക്രൈസ്തവരാണ് എന്നുള്ളതാണ് ഇതിനുള്ള ഒറ്റ ഉത്തരം. ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചാലും ഏത് സംഘടനയിൽ പ്രവർത്തിച്ചാലും വിശ്വാസം ഏതാണ് എന്നുള്ളത് ആണ് നമ്മളിവിടെ അടിസ്ഥാനപരമായിട്ട് നോക്കിയത്. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ചു നിന്ന് പൊരുതേണ്ട, നമ്മൾ വാദിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. എല്ലാവരെയും തുറന്ന മനസ്സോടുകൂടി കാണുന്ന ഒരു സമൂഹം. കാരണം ഈശോ സർവ്വജനപദങ്ങളുടെ രക്ഷകനാണ്. അവിടെ നമുക്ക് ആരെയും മാറ്റി നിർത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അത് അല്പം തുറന്നു തന്നെയാണ് പറഞ്ഞത്. എല്ലാ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിലെയും പ്രതിനിധികളെ നമ്മുടെ എത്തിയിട്ടില്ല. CPI എന്നുള്ള ബാബു സാറുണ്ട്, സാറിനെയും പ്രത്യേകം ക്ഷണിക്കുന്നു. എല്ലാവരെയും ഒറ്റ വാക്കിൽ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ആദ്യം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് തൊടിയൂർ സഭയുടെ തലവനായ ബഹുമാനപ്പെട്ട അഭിവന്ധ്യ സിറിൽ മാർ ബസേലിയോസ് പിതാവിനെ ക്ഷണിക്കുകയാണ്. 1772 നിർണായകമായ വഴിത്തിരിവ്. കേരളത്തിലെ തൃശൂർ ജില്ലയിൽ തൊഴിയൂർ ആസ്ഥാനമാക്കി നയിക്കപ്പെടുന്ന ഊർജ്ജസ്വലവും ചലനാത്മകവുമായ ക്രൈസ്തവ സമൂഹം അനേകായിരങ്ങളെ ഈശോയിലേക്ക് കൈപിടിച്ചു നടത്തുന്ന തൊഴിയൂർ സഭയുടെ തലവൻ അത്യഭിവന്ധ്യ സിറിൽ മാർ ബസേലിയോസ് പിതാവിനെ അനുഗ്രഹ പ്രഭാഷണത്തിനായി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്ധ്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ്, അഭിവന്ധ്യ മാർ തോമസ് മാർ തീമത്യോസ് തിരുമേനി, CSI മധ്യ കേരള മഹായിടവക് ബഹുമാനപ്പെട്ട VS ഫ്രാൻസിസ്, സ്റ്റേജിലും സദസ്സിലുമുള്ള വിശിഷ്ട അതിഥികളെ, ആശംസകരെ, ക്ലാസ് എടുക്കുന്നവരെ, വൈദികരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലെ സ്നേഹവന്ദനം. അഭിവന്ദരായ സഭാപിതാക്കന്മാരും അതുപോലെ തന്നെ എപ്പിസ്കോപ്പ സഭകളിലെ വൈദികരും സന്യസ്തരും തുടങ്ങി പങ്കുചേരുന്ന ഈ സമ്മേളനത്തിൽ പങ്കുചേരുന്ന അല്ലെങ്കിൽ ക്രൈസ്തവ കാഹള മഹാസമ്മേളനത്തിലെ നാം ആയിരിക്കുകയാണല്ലോ. ഇത്തരം ഒരു വേദി ക്രമീകരിച്ചതിലെ ഇതിൻ്റെ സംഘാടകരെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുക, അവരെ അനുമോദിക്കുന്നു, അഭിനന്ദിക്കുന്നു. എക്യുമെനിക്കൽ പ്രസ്ഥാനം ഭാരതത്തിലും മലങ്കര സഭകളിലും ചർച്ച ചെയ്യപ്പെടുന്നതിന് മുമ്പേ 1893 ഈ ആശയം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ മലങ്കര സഭയിൽ പ്രാവർത്തികമാക്കിയ ഒരു കൊച്ചു സഭയാണ് തൊഴിയൂർ ആസ്ഥാനമായുള്ള മലബാർ സ്വതന്ത്ര സുറിയാനി സഭ. 1772 മലങ്കര സഭയിൽ നിന്ന് മാറി മലബാർ സ്വതന്ത്ര സുറിയാനി സഭ സ്ഥാപിക്കുകയുണ്ടായി. അങ്ങനെ എക്യുമെനിസത്തിന് വേണ്ടി 1893 ആരംഭിച്ച ആ ആശയം പ്രാവർത്തികമാക്കിയ കൊച്ചു സഭയാണ് ഞാൻ ഉൾക്കൊള്ളുന്ന മലബാർ സ്വതന്ത്ര സുറിയാനി സഭ. ഇക്കാര്യം നിങ്ങളോട് പറയാൻ ആ സഭയുടെ തലവനായ ബലഹീനായ എനിക്ക് വളരെയധികം അഭിമാനബോധം തോന്നുന്നുണ്ട്. ഇന്ന് ക്രിസ്തീയ സഭകൾക്ക് നിലനിൽക്കാനും
തങ്ങളുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഈ വർത്തമാനകാലത്ത് വളരെ അനിവാര്യമായ ആവശ്യം കൂടിയാണ് ഏകോപനങ്ങളും കൂടിച്ചേരലുകളും. കൂടുതൽ നന്മയുള്ള പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ കാഴ്ചവെക്കാനായിട്ട് ക്രൈസ്തവരായ നമുക്ക് സാധ്യമാകണം. ക്രൈസ്തവതയുടെ മുദ്രാവാക്യം തന്നെയാണ് ഒത്തുചേരലും ഐക്യപ്പെടലും. അതിലൂടെ ലഭിക്കുന്ന സഹോദര സ്നേഹം അത് തീർച്ചയായും പങ്കുവെക്കലാണ്. ഒരുപാട് ആചാരങ്ങളിലും വിശ്വാസ രീതികളിലും വിഭിന്ന കാഴ്ചപ്പാടുകളും ശൈലികളും കൊണ്ടു നടക്കുന്നവരാണ് നാം എല്ലാവരും. എന്നാൽ ക്രിസ്തുവിൻ്റെ സന്ദേശം സമൂഹത്തിലെത്തിക്കുക എന്നത് എല്ലാ സഭകളിലെയും പ്രധാന പ്രവർത്തന ലക്ഷ്യമാണ്. അത് ചൂണ്ടിക്കാണിക്കുന്നത് വിയോജിപ്പുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ യോജിക്കുന്ന മേഖലകളിലാണ്. ഇത്തരം യോജിപ്പിൻ്റെ ഇടങ്ങൾ കണ്ടെത്തുകയും അതിനെ ഊതി ജ്വലിപ്പിക്കുകയും ചെയ്യുക എന്ന കർത്തവ്യമാണ് ഈ സമ്മേളനം ഏറ്റെടുക്കേണ്ടത്. അത് ഈ സമൂഹത്തിനാകമാനം സമാധാനവും അതോടൊപ്പം തന്നെ സന്തോഷവും പ്രദാനം ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു സമ്മേളന വേദി കൊണ്ട് അവസാനിപ്പിക്കുകയോ ഇട്ടെറിഞ്ഞു പോവുകയോ ചെയ്താൽ ചരിത്രം പിന്നീട് നമുക്ക് മാപ്പ് തരാൻ സാധ്യതയില്ലാത്തതാണ്. ആയതുകൊണ്ട് തന്നെ ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സഭാപിതാക്കന്മാരും വൈദികരും സന്യസ്തരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും ഒക്കെ സഭാ നേതൃത്വത്തിലിരിക്കുന്നവരും സഭാ വിശ്വാസികളും ഈ ആശയത്തിൻ്റെ പ്രചാരകരും പ്രവർത്തകരുമായി തീരണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആഹ്വാനം ചെയ്യുകയാണ്. ഞായറാഴ്ചകളിൽ പ്രവൃത്തി ദിനമാക്കാനുള്ള ശ്രമത്തിൽ നിന്ന് ഗവൺമെൻറ് പിന്തിരിയേണ്ട കാര്യത്തെ നാം സൂചിപ്പിക്കുകയും അതിനുവേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ആവശ്യമാണ്. ഇന്ന് ഭാരതത്തിലെ ക്രൈസ്തവരെ, പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവരെ തീർച്ചയായിട്ടും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പലപ്പോഴും ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അതൊക്കെ ഇന്ന് വർദ്ധിച്ചു വരികയാണ്. അതില്ലാതാക്കാൻ വേണ്ടി നമ്മൾ ഒത്തൊരുമിച്ച് നിന്ന് അതിന് ചെറുക്കണം. ആരാധനയ്ക്ക് വേർതിരിച്ചിരുന്ന പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ അത് പ്രവൃത്തി ദിവസങ്ങളാക്കാനായിട്ട് ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിലൊക്കെ നമ്മൾ കടന്ന് പ്രവർത്തിച്ച് അത് നിരുത്സാഹപ്പെടുത്തേണ്ടതായ ചുമതല നമുക്കുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായും പ്രതിഷേധത്തിലൂടെ അത് നമ്മുടെ ആ വൈമനസ്യം, പ്രയാസം അറിയിക്കണം. മണിപ്പൂരിലും അതുപോലെ മറ്റും ക്രൈസ്തവർക്കെതിരെ മുഖ്യമായിട്ടുള്ള ആ പീഡനങ്ങൾ അതിനെ അവസാനിപ്പിക്കുവാനായിട്ട് തീർച്ചയായും നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് അതിലെ ഉത്തരവാദപ്പെട്ടവരോട് ആ പ്രതിസന്ധികൾ, പീഡനങ്ങൾ, വേദനകൾ അതില്ലാതാക്കാനായിട്ട്, സമാധാനപരമാക്കി തീർക്കുവാനായിട്ട് നമുക്ക് സാധിക്കുവാൻ നാം കിണഞ്ഞ് പരിശ്രമിക്കണം.
ചേർക്കേണ്ടവരെ ചേർത്ത് ബഹുമാനിക്കുന്നവരെ ബഹുമാനിച്ച് വിട്ടുവീഴ്ചകൾ ഏറ്റെടുത്ത് വേണ്ടതായ സ്ഥാനത്ത് വിട്ടുവീഴ്ചകൾ വേണ്ടതായ സ്ഥാനത്ത് വിട്ടുവീഴ്ചകൾ ചെയ്ത് ഒത്തൊരുമയോടെ കേരളത്തിലെ ക്രൈസ്തവർ ഒന്നിച്ചു നിൽക്കണം. പലരായി ചിതറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലെ അത് മാറി ഇന്നിൻ്റെ ആവശ്യങ്ങളെ മനസ്സിലാക്കി ഒത്തൊരുമയോടെ പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ ഒരു മനസ്സും ഒരു അഭിപ്രായവും ക്രൈസ്തവർ എന്നുള്ള ഒറ്റ ലേബലിൽ മുന്നേറി നമുക്ക് സ്വൈര്യത്തോടെ ജീവിക്കാനായിട്ട് വേണ്ടുന്ന രീതികളിലൊക്കെ നാം സഹകരിക്കണം. ഐക്യമത്യം മഹാബലം എന്നാണല്ലോ പറയാറ്. ഒത്തൊരുമിച്ച് നിൽക്കുമ്പോൾ യൂണിയൻ ഈസ് സ്ട്രെങ്ത്. ഒത്തൊരുമിച്ച് നിന്നാൽ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ചിതറിയിരിക്കുന്ന നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് ജഗദീശനോട് പ്രാർത്ഥിക്കാം. ഈ മീറ്റിങ്ങിനെ എന്നെ ക്ഷണിച്ചതിലെ ഈ മഹാസമ്മേളനത്തിന് ഈ ക്രൈസ്തവ കാഹള മഹാസമ്മേളനത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകളും ഈ മീറ്റിങ്ങിനെ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹ സമ്പൂർണമായ വാക്കുകളിലൂടെ ഒത്തൊരുമയുടെ സന്ദേശം ഞങ്ങൾക്ക് പകർന്നു തന്ന അഭിമന്യ പിതാവിന് നന്ദി. വ്യതിരിക്തമായ പാരമ്പര്യങ്ങളും സമ്പ്രദായങ്ങളും സംരക്ഷിച്ച് അന്ത്യോക്യായിലെ പാത്രിയാർക്കീസിനോടുള്ള വിധേയത്വത്തിൽ നിന്നുകൊണ്ട് ഭാരതത്തിലെ വൈവിധ്യമാർന്ന ക്രിസ്ത്യൻ ഭൂപ്രകൃതിക്ക് സംഭാവന നൽകി നാനാത്വങ്ങൾക്കിടയിലും വിശ്വാസത്തിലെ ഐക്യം ശക്തിയുടെയും സഹിഷ്ണുതയുടെയും ഉറവിടവുമാകുന്ന ഓർമ്മപ്പെടുത്തലായി സാക്ഷ്യപത്രമായി നിലകൊള്ളുന്ന യാക്കോബായ സഭയുടെ കോട്ടയം ഭദ്രാസന അധ്യക്ഷൻ അഭിവന്ദ്യ തോമസ് മാർ തിമോത്തിയോസ് പിതാവിനെ അനുഗ്രഹ പ്രഭാഷണത്തിനായി സ്വാഗതം ചെയ്യുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. ഈ പള്ളിയുടെ വികാരി ബഹുമാനപ്പെട്ട സിറിൽ തോമസ് തയ്യലച്ഛൻ, പാലാരൂപതയുടെ അഭിവന്യ മോർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ്, അഭിവന്യ സിറിൽ മാർ ബാസേലിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനി, റൈറ്റ് റെവറൻഡ് VS ഫ്രാൻസിസ് ഈസ്റ്റ് കേരള CSI മഹാ ഇടവകയുടെ ബിഷപ്പ്, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ജനപ്രതിനിധികളെ, വിശിഷ്ടാതിഥികളെ, കർത്താവിൽ പ്രിയ വിശ്വാസികൾ, മനോഹരമായ മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഗ്രാമത്തിൻ്റെ ഒരു മകുടമായിട്ട് നിലനിൽക്കുന്ന ഈ ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ ഇപ്രകാരം ഒരു ക്രിസ്തീയ ഐക്യകാഹള സമ്മേളനം നടത്തുന്നത് ഏറ്റവും അഭിനന്ദനാർഹമാണ് എന്ന് ഞാൻ പറയട്ടെ. എന്നാൽ ഈ ഐക്യകാഹള സമ്മേളനം അത് സ്നേഹത്തിൻ്റെ കാഹള ശബ്ദം ആയിരിക്കണം. അതാണ് നാം എല്ലാവരും ലക്ഷ്യം വയ്ക്കുന്നതും നമ്മുടെ രക്ഷകനായ ഈശോ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതും എന്ന് ഓർക്കുക. നമുക്ക് ഈ കാലഘട്ടത്തിൽ ധാരാളം പ്രതിസന്ധികളുണ്ട്. പ്രതിസന്ധികളില്ല എന്ന് പറയുന്നത് നാം ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കിലായിരിക്കും. എന്നാൽ ഈ പ്രതിസന്ധികളെ ചേർന്ന് നിന്നുകൊണ്ട് അഭിമുഖീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. അത് ആരോടെങ്കിലുമുള്ള ഒരു വെല്ലുവിളിയല്ല. എന്നാൽ അത് ധാർമ്മികതയ്ക്ക് വേണ്ടിയും
നീതിക്ക് വേണ്ടിയും സത്യത്തിന് വേണ്ടിയും ഉള്ളതായ അടിയുറച്ച നിലപാട് ആയിരിക്കണം. അതേക്കുറിച്ച് പറയുമ്പോൾ സഭയുടെ ചരിത്രത്തിൽ പല വിഷമകരമായ സാഹചര്യങ്ങളെയും ആദിമ നൂറ്റാണ്ട് മുതൽ സഭയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളതായിട്ട് ചരിത്രം പറയുന്നു. ഞാൻ അതിലേക്ക് കൂടുതലായിട്ടൊന്നും പോകുന്നില്ല. എന്നാൽ അഭിമന്യ പിതാവായ സിറിൽ മാർ ബസേലിയോസ് തിരുമേനി പറഞ്ഞ ഒരു കാര്യം നിങ്ങളോട് അല്പം ഷെയർ ചെയ്യുക. ഞായറാഴ്ച അവധി ദിവസം എന്നുള്ളത് മാറ്റിക്കൊണ്ട് അത് ഒരു ജോലിയുള്ള ദിവസമാക്കി തീർക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. പല കാലഘട്ടങ്ങളിലും പല ഭരണാധികാരികളും ഇതിൻ്റെ മേൽ പരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജൂയിഷ് ക്രിസ്ത്യൻ ട്രഡീഷനിൽ പെടുന്നതാണ് ആഴ്ചയിലെ 7-ാമത്തെ ദിവസം ജോലി ചെയ്യാതെ പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഫ്രഞ്ച് റെവല്യൂഷൻ നടന്നതിന് ശേഷം കൃത്യമായിട്ട് 1792 ആ ഫ്രഞ്ച് റെവല്യൂഷൻ്റെ റിപ്പബ്ലിക്കൻ നേതാക്കൾ കൊണ്ടുവന്ന ഒരു പരിഷ്കരണമുണ്ട്. അവർ 10 ദിവസമുള്ള ആഴ്ചയുണ്ടാക്കി. അങ്ങനെ കുറെ കാലം മുമ്പോട്ട് പോയപ്പോൾ അത് ഒരു പ്രകാരത്തിലും സാധ്യമല്ല എന്ന് വരികയും 1805 നെപ്പോളിയൻ അത് ഇല്ലായ്മ ചെയ്തുകൊണ്ട് പഴയ രീതിയിലേക്ക് 6 ദിവസം ജോലി ചെയ്ത് 7-ാം ദിവസം വിശ്രമിക്കുക എന്നുള്ള പഴയ പാരമ്പര്യത്തിലേക്ക് തിരിച്ചുപോയി. രണ്ടാമതായിട്ട് ഒക്ടോബർ വിപ്ലവത്തിന് ശേഷം റഷ്യയിൽ വന്ന ഭരണാധികാരികൾ ഞായറാഴ്ച പ്രവൃത്തി ദിനം ആക്കി തീർത്തു. എന്നാൽ സ്റ്റാലിൻ ഭരണമേറ്റപ്പോൾ അത് മാറ്റുകയും ഞായറാഴ്ച അവധി ആയിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഞാൻ ഈ അടുത്ത സമയത്ത് ദുബൈയിൽ ചെന്നപ്പോൾ ഇതിനെ വിസ്മയിപ്പിച്ചതായ ഒരു കാര്യം, അവിടെ ഇപ്പോൾ ഞായറാഴ്ച അവധി ദിവസമാണ്. അതുകൊണ്ട് അവിടെയുള്ള സഭകൾക്ക് ഞായറാഴ്ച ആരാധന നടത്തുവാനായിട്ട് സാധിക്കും. വെള്ളിയാഴ്ച ആവശ്യമുള്ളവർക്ക് പോയി നിസ്കരിക്കുവാനും അവസരമുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മാറ്റം UAE-യിലെ ഈ എമിറേറ്റ് വരുത്തി എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോൾ അറിയുവാൻ കഴിഞ്ഞത്, ഗ്ലോബൽ ട്രേഡിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച അവധി ദിവസമായിട്ട് കൊടുത്തേ പറ്റുകയുള്ളൂ. വെള്ളിയാഴ്ച അവധി ദിവസം എന്നുള്ളത് പ്രായോഗികമല്ല എന്ന് ആ രാജ്യം മനസ്സിലാക്കിയതിന്റെ ഫലമായിട്ടാണ് എന്ന് അറിയുവാൻ കഴിയും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ തന്നെ സഭയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളതായ ചില പ്രശ്നങ്ങളെ കുറിച്ചാണ്, പ്രതിസന്ധികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഇതിനെല്ലാം അപ്പുറമായിട്ടുള്ള പല തുറച്ചു നോക്കുന്ന പ്രശ്നങ്ങളും നമ്മെ ഈ കാലഘട്ടത്തിൽ ബന്ധപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ ഈ രാജ്യത്ത് കൃഷിയുടെ തകർച്ച ഒരു വലിയ പ്രശ്നം തന്നെയാണ്. നമ്മുടെ ഈ കേരളത്തിലെ ക്രിസ്ത്യാനികളൊക്കെയും കൂടുതലും കൃഷിക്കാരാണ്. അവർക്ക് പിടിച്ചു നിൽക്കുവാൻ സാധ്യമല്ലാതെ വരുന്നതിൻ്റെ ഫലമായിട്ട് പ്രത്യേകിച്ച് വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലമൊക്കെയും തങ്ങളുടെ കൃഷിയിടങ്ങൾ വിട്ടുകൊണ്ട് മറ്റിടങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കൃഷിയിൽ നിന്ന് ആദായമില്ല. അതുകൊണ്ട് നമ്മുടെ യുവജനങ്ങളൊക്കെയും വിദേശ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ളതായ പല പ്രശ്നങ്ങളെയും നമുക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഒന്നിച്ചു ചേർന്ന് നിന്ന് ആലോചിക്കുകയും അതുപോലെ തന്നെ പരിഹാരം കണ്ടെത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്.
അതുപോലെ തന്നെ ഒരു മൈനോറിറ്റി എന്നുള്ളതായ നിലയിൽ ക്രിസ്തീയ സഭകളുടെ ക്രിസ്ത്യാനികളുടെ അവകാശങ്ങൾ ധ്വംസിക്കുന്ന സാഹചര്യങ്ങൾ പലതും പല രീതിയിലും ഇന്ന് ഈ രാജ്യത്തുണ്ട് എന്ന് പറയുന്നത് അതിശയോക്തിയല്ല. അതിന് പരിഹാരം ഉണ്ടാകുവാനായിട്ട് ഒന്നു ചേർന്ന് പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ പറഞ്ഞത് ധാർമ്മികതയിലും സത്യത്തിലും ധർമ്മത്തിലും ധാർമ്മികതയിലും എല്ലാം ഒന്നിച്ചു നിന്ന് ഈ നാം ജീവിക്കുന്ന രാജ്യത്തിന്റെ പ്രതിസന്ധികളെ മറ്റു ജനങ്ങൾക്ക് വേണ്ടിയും കൂടി അതിന് പരിഹാരം ഉണ്ടാക്കുവാൻ തക്കവണ്ണം പ്രവർത്തിക്കുന്ന ഒരു സമൂഹമായി നാം തീരേണ്ടത് ആവശ്യമാണ്. അബ്രഹാമിനെ വിളിച്ചപ്പോൾ അവനൊരു വലിയ ജാതിയായിത്തീരും, അവന്റെ പിൻതലമുറ എന്ന് ദൈവം യഹോവയാം ദൈവം പറഞ്ഞുകൊണ്ട് അബ്രഹാമിനെ അനുഗ്രഹിക്കുകയുണ്ടായി. എന്നാൽ അവിടെ ഒരു കാര്യവും കൂടി യഹോവയാം ദൈവം പറഞ്ഞു, നീ മൂലം ലോകത്തിലെ സകല ജാതികളും നിന്റെ തലമുറകൾ മൂലം ലോകത്തിലെ എല്ലാ ജാതികളും വംശങ്ങളും അനുഗ്രഹീതരായി തീരണം. വാസ്തവത്തിൽ അതിൻ്റെ പൂർത്തീകരണം ഉണ്ടായത് ഈശോ മനുഷ്യാവതാരം ചെയ്തപ്പോഴാണ്. ഞാനിവിടെ ഈ കുരിശിന്റെ മുമ്പിൽ നിന്നുള്ളതായ പ്രാർത്ഥന ശ്രദ്ധിച്ചു. ഈസ്റ്റ് സിറിയക് ട്രഡീഷനിൽ ആണ് ആ പ്രാർത്ഥനകൾ അഭിവന്യ പിതാവും മറ്റു വൈദികരും ഒക്കെ ചേർന്ന് ചൊല്ലിയത്. എന്നാൽ ഞാൻ പ്രതിനിധീകരിക്കുന്ന വെസ്റ്റ് സിറിയക് ട്രഡീഷനിൽ നിന്നുള്ള എനിക്ക് അത് എല്ലാം മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. എന്നു മാത്രമല്ല, ഈ രണ്ട് ഈസ്റ്റും വെസ്റ്റും സിറിയക് ട്രഡീഷന്റെ അതിന് പിന്നിലേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന ഐക്യത്തെ കാണുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ നാം യഥാർത്ഥത്തിലുള്ളതായി ചരിത്രാന്വേഷണം നടത്തുമ്പോൾ ആദ്യം മുതൽ തന്നെ ഒന്നായിരുന്ന സഭ വൈവിധ്യതയിലാണ് വളർന്നു വന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. ലോകത്തിന്റെ 3-4 ഭാഷകൾ, 4-5 ഭാഷകളിൽ സുറിയാനി, ഗ്രീക്ക്, കോപ്റ്റിക്, അർമീനിയൻ ഈ ഭാഷകളൊക്കെയും ആദ്യ നൂറ്റാണ്ടുകളിൽ മുതൽ തന്നെ ആരാധനാ പാരമ്പര്യം ഉടലെടുത്തു. എന്നാൽ പല കാരണങ്ങളാൽ സഭയിൽ വിഭജനം ഉണ്ടായി. അതിൻ്റെ ആഴങ്ങളിലേക്കൊന്നും ഇപ്പൊ പോകേണ്ട ആവശ്യമില്ല. അതേക്കുറിച്ച് ചരിത്രകാരന്മാരും ചിന്തകരും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ധാരാളം വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്. അതിലൂടെ ധാരാളം ഐക്യത്തിൻ്റെ ഏകതകൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള 20-ാം നൂറ്റാണ്ടിൻ്റെ ഒരു വലിയ കാര്യമായിരുന്നു ഐക്യത്തിന് വേണ്ടിയുള്ളതായ ദാഹത്തിൽ നിന്ന് ഉടലെടുത്ത എക്യൂമെനിക്കൽ പ്രസ്ഥാനം. അതിലൂടെ ധാരാളം ഐക്യത്തിൻ്റെ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ ഈ കത്തോലിക്ക സഭയും ആംഗ്ലിക്കൻ സഭയും തമ്മിലുള്ളതായ ഡയലോഗുകളുടെ ആ അക്കൗണ്ട്സ് വായിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഈ രണ്ട് സഭകളും അതിൻ്റെ ഐക്യം എന്തായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഓരോ സഭകളും തമ്മിലുള്ളതായ ആ ബന്ധങ്ങളെ കുറിച്ചുള്ള ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളും റോമൻ കത്തോലിക്ക സഭയുമായിട്ടുള്ള ഡയലോഗ് കമ്മീഷനിൽ ഞാൻ അംഗമായിട്ട് ഇരുന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. പലപ്പോഴും അതിൻ്റെ ചർച്ചകൾക്ക് വേണ്ടി കെയ്റോയിലും മറ്റിടങ്ങളിലും ഒക്കെ പോയിട്ടുണ്ട്. ഇതിലൂടെയൊക്കെ പല കാര്യങ്ങളും ഐക്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ആനുകാലിക ജീവിതത്തിൽ നമ്മെ അലട്ടുന്നതായ പ്രശ്നങ്ങളെ ഒരേ മനസ്സോടുകൂടി അഭിമുഖീകരിക്കുവാൻ തക്കവണ്ണമുള്ളതായ ആർജവും ഐക്യവും ചിന്തയുടെയും കർമ്മപദ്ധതികളുടെയും ഒക്കെ ഐക്യം നാം കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഗ്രാമത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഈ ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ ഈ മനോഹരമായ ഈ സമ്മേളനം വിളിച്ചുകൂട്ടിയതിൻ്റെ എല്ലാ പ്രവർത്തകരെയും അഭിനന്ദിക്കുന്നു. ഇതിൻ്റെ പിതാവായ അഭിമന്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ്, അദ്ദേഹത്തിൻ്റെ
ഇദ്ദേഹത്തെക്കുറിച്ച് ഈ അടുത്ത സമയത്തൊക്കെ ധാരാളം പത്രമാധ്യമങ്ങളിൽ വരികയുണ്ടായി. സീറോ മലബാർ സഭയുടെ തലവനായിട്ട് തന്നെ എല്ലാവരും കൂടി തിരഞ്ഞെടുത്ത ആ പിതാവ് തൻ്റെ വിനയവും തൻ്റെ വിളിയും മനസ്സിലാക്കിക്കൊണ്ട് അത് സ്വീകരിക്കാതെ മാറി നിന്നതും ഒക്കെ അറിയുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ദേവാലയം ഉൾപ്പെടുന്ന ഈ രൂപതയ്ക്ക് നേതൃത്വം നൽകുന്ന അഭിമന്യ പിതാവിനും അതുപോലെ തന്നെ ഇതിലെ ജനങ്ങൾക്കും അതുപോലെ നിങ്ങൾക്കേവർക്കും എല്ലാ നല്ല ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ക്രൈസ്തവരുടെ ആനുകാലിക പ്രശ്നങ്ങളിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് സത്യവും ധാർമ്മികതയും ഇഴചേർത്ത് പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് സംസാരിച്ച അഭിമന്യ പിതാവിന് നന്ദി. ഭാരതത്തിൽ പുതിയ സംസ്കാരങ്ങൾക്ക് രൂപം കൊണ്ടുവന്ന CMS മിഷണറിമാരും മറ്റ് വിദേശ മിഷണറിമാരും ഒന്നായതിന്റെ ഫലമായി സ്വതന്ത്ര ഇന്ത്യയിൽ 1947 സെപ്റ്റംബർ 27 മദ്രാസിലെ സെന്റ് ജോർജ് കത്തീഡ്രലിൽ ചരിത്രം കുറിച്ച് സ്ഥാപിതമായ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ ദക്ഷിണ കേരള മഹാ ഇടവക റൈറ്റ് റവറൻഡ് VS ഫ്രാൻസിസ് ബിഷപ്പിനെ അനുഗ്രഹ പ്രഭാഷണത്തിനായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അഭിമന്യ സിറിൽ മാർ ബസേലിയസ് തിരുമേനി, ഡോക്ടർ തോമസ് മാർ മെത്തിയോസ് തിരുമേനി, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായ മാർ ജോസഫ് കളങ്ങാട് തിരുമേനി, എത്രയും ബഹുമാനായ അച്ഛന്മാരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, ഇവിടെ കൂടി വന്നിരിക്കുന്ന വിശ്വാസ സമൂഹമേ, വിവിധ സംഘടനകളെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും സമുദായ പ്രസ്ഥാനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. ഇപ്രകാരം ഒരു പ്രത്യേക മീറ്റിംഗ് ക്രൈസ്തവ കാഹളം സമ്മേളനം എന്ന പേരിൽ സംഘടിപ്പിച്ച സ്നേഹമുള്ള സിറിൽ തോമസ് തയ്യിൽ അച്ഛനെ, നമ്മുടെ ഈ വികാരി അച്ഛനെ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കും. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഇത് എങ്ങനെ ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കി. അച്ഛൻ്റെ വളരെ സ്നേഹപൂർവ്വമായിട്ടുള്ള വിളിയും ക്ഷണവും ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അല്പസമയയുടെ സംസാരവും കേട്ടപ്പോൾ ഇതിന് കൂടിയിട്ട് പങ്കെടുത്തിന് പോകാം എന്ന് കരുതി. അങ്ങനെയാണ് ഞാൻ ഇന്നിവിടെ വന്നത്. CSI സഭയിൽ ഈ പ്രദേശത്തുള്ള സഭകളെ പ്രതിനിധീകരിച്ച് ആ ഒരു CSI സമുദായത്തെ പ്രതിനിധീകരിച്ചാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1947 ആണ് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ രൂപീകൃതമായത്. അതിനുശേഷം ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ എന്ന പേരിൽ മറ്റൊരു ഐക്യസഭയും കൂടെ രൂപീകരണമായി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ പിതാവേ, നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിന് എന്നുള്ള പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കി, അല്ലെങ്കിൽ വിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലിൽ ഏതാണ്ട് 16 വർഷത്തോളം നീണ്ട പ്രാർത്ഥനയ്ക്ക് ശേഷം അന്നത്തെ സഭാപിതാക്കന്മാർ, അങ്ങനെയാണ് ഈ സഭ രൂപീകൃതമായത്. ഒരുപക്ഷെ നമ്മൾ പലർക്കും ഇതിനെക്കുറിച്ച് എങ്ങനെ എന്ന് അറിയത്തില്ലായിരിക്കാൻ ചുരുക്കമാണെന്ന് പറയട്ടെ. മഴയുടെ അല്പമായ ശല്യം ഉണ്ടെങ്കിലും മഴ നനയാതൊക്കെ ഇരിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുന്നു. വ്യത്യസ്തമായ 4 പാരമ്പര്യങ്ങളാണ് CSI സഭയിൽ ഉള്ളത്. പാരമ്പര്യങ്ങളെ ഇവിടെ സൂചിപ്പിച്ചതുപോലുള്ള ആംഗ്ലിക്കൻ പാരമ്പര്യമാണ് ഒന്ന്. മറ്റൊന്ന് എപ്പിസ്കോപ്പൽ പാരമ്പര്യമാണ്. എപ്പിസ്കോപ്പൽ പാരമ്പര്യങ്ങളും ആംഗ്ലിക്കൻ പാരമ്പര്യവും ഒന്നു ചേർന്ന് പോകുന്നു. കോൺഗ്രിഗേഷൻ പാരമ്പര്യമുണ്ട്, പ്രെസ്ബിറ്റേറിയൻ പാരമ്പര്യമുണ്ട്, മെതഡിസ്റ്റ് പാരമ്പര്യമുണ്ട്. പാരമ്പര്യം പറയുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ, സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ ബിഷപ്പ്മാരുള്ള സഭകളും ബിഷപ്പ്മാരില്ലാത്ത സഭകളും അച്ഛന്മാരുള്ള സഭകളും അച്ഛന്മാരില്ലാത്ത സഭകളും കോൺഗ്രിഗേഷൻ ഭാഗ്യമാണ്.
അങ്ങനെ ഉള്ള വ്യത്യസ്തമായ പാരമ്പര്യങ്ങളിൽ ഒന്നു ചേർന്നതാണ് ഈ സഭ രൂപീകരണമായത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു പ്രത്യേകത അതിലുണ്ട് എന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കട്ടെ. എല്ലാ വിഭാഗം ആളുകളും, എല്ലാ വിഭാഗത്തിൽപ്പെട്ട സഭാ പാരമ്പര്യങ്ങളിൽപ്പെട്ട ആളുകളും ഇതിനകത്ത് ഉണ്ട്. ഏതാണ്ട് എല്ലാവരെയും ഇതിൽ ഉൾക്കൊള്ളിക്കുന്നു, ഉൾപ്പെടുന്നു എന്ന് സാരം. കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ പാരമ്പര്യ സിറിയൻ സഭകളിൽ നിന്ന്, അതുപോലെ മറ്റ് അതിനോട് ചേർന്ന് വരുന്ന പാരമ്പര്യ സഭകളിൽ നിന്നും മിഷണറിമാരുടെ പ്രവർത്തനഫലമായി വിശ്വാസത്തിലേക്ക് വന്ന ജനങ്ങളും എല്ലാവരും ചേർന്നാണ് ഈ സഭ രൂപീകൃതമായത്. ഈ സഭ രൂപീകൃതമാകാനായിട്ട് അന്ന് ഇതിന്റെ ശേഷം പഠിക്കുമ്പോൾ ഭൂരിഭാഗത്തിൽ പ്രകാരം പറഞ്ഞിരിക്കുന്നു. കേരളത്തിൽ പ്രത്യേകിച്ച് 3 വ്യത്യസ്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മിഷണറിമാർ കാഴ്ചവെച്ചത്. ഒന്ന്, മധ്യകേരളത്തിൽ കോട്ടയം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ, കിഴക്കൻ മേഖലയിൽ, ഈ പ്രദേശം ഉൾപ്പെടുന്ന മേഖലകളിൽ CMS മിഷണറിമാരാണ് പ്രവർത്തിച്ചത്. അത് ആംഗ്ലിക്കൻ പാരമ്പര്യമാണ്. തെക്കൻ കേരളത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള തെക്കോട്ടുള്ള പ്രദേശങ്ങളിൽ LMS ബാങ്കിലാണ്, ലണ്ടൻ മിഷനാണ് പ്രവർത്തിച്ചത്. വടക്കൻ കേരളത്തിൽ BMS ബാസൽ മിഷനാണ് പ്രവർത്തിച്ചത്. ഒരു നിശ്ചിത സമയം കഴിഞ്ഞപ്പോൾ ആദ്യമേ ഇങ്ങനെ തിരിഞ്ഞ് പ്രവർത്തിക്കാനുള്ള കാരണം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തിച്ച് പ്രശ്നമുണ്ടായി. അപ്പം പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, ഓരോരോ പ്രദേശങ്ങൾ അവർക്ക് വീതിച്ചു കൊടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ പോയി കണ്ടിരുന്നപ്പോൾ വീണ്ടും പ്രശ്നമുണ്ടായി. ഇവര് പറയുന്ന, ഈ മിഷണറിമാർ പറയുന്ന അല്ലെങ്കിൽ വിശ്വാസികൾ പറയുന്ന കർത്താവ് ആരാണ്? അക്രൈസ്തവരുടെ ഇടയിൽ ഉണ്ടായ ഒരു തർക്കമാണ്, അല്ലെങ്കിൽ അവരെ വിശ്വാസത്തിലേക്ക് വരുന്നതിന് തടസ്സം നിന്നതാണ്. CMSകാർ പറയുന്ന യേശുവിനെ വിശ്വസിക്കണമോ, BMSകാർ പറയുന്ന യേശുവിനെ വിശ്വസിക്കണമോ, LMSകാർ പറയുന്ന യേശുവിനെ വിശ്വസിക്കണമോ? അതുകൊണ്ട് അവർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങൾ ഏതെങ്കിലും ഒന്നിലൊന്ന് ഐക്യപ്പെടും, ഞങ്ങളൊക്കെ മാറി നിൽക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അത് സുവിശേഷത്തിന്റെ വ്യാപനത്തിന്, യേശുവിനെ സമൂഹത്തിൽ കൃത്യമായി ലോകരക്ഷകൻ എന്നുള്ളത് പ്രസന്റ് ചെയ്യുന്നതിന് തടസ്സമായി വന്നപ്പോൾ അന്നു മുതലാണ് ഐക്യപ്രസ്ഥാനങ്ങളെ കുറിച്ച് ആരംഭം തുടങ്ങിയത്. കേരളത്തിൽ അതിനു മുമ്പ് തന്നെ SIUC എന്ന് പറയുന്ന ഒരു ഐക്യപ്രസ്ഥാനം ഉണ്ടായിരുന്നു. അതും ഉൾപ്പെടെയാണ് ഈ CSI സഭയിൽ ചേർന്നത്. മുമ്പേ പറഞ്ഞപ്പോൾ ദക്ഷിണേന്ത്യ സഭ, ദക്ഷിണ കേരള സഭ എന്ന് പറയുണ്ടായി. ഞാൻ പ്രതികരിക്കുന്നത് ഈസ്റ്റ് കേരള മഹാടയാണ്, CSI ഈസ്റ്റ് കേരള മഹാടമാണ്. ഇപ്പോൾ കൊല്ലം കൊട്ടാരക്കര മഹാടയുടെയും അതുപോലെ തന്നെ സൗത്ത് കേരള മഹാട, ദക്ഷിണ കേരള മഹാടയുടെയും ചാർജ് എനിക്കുണ്ട് എന്നുള്ളത് ശരിയാണ്. എങ്കിലും ഞാൻ വരുന്നത് CSI ഈസ്റ്റ് കേരള മഹാടയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിലാണ്. യേശുവിനെ സമൂഹത്തിൽ കൃത്യമായി പ്രദർശിപ്പിക്കാൻ പറ്റാതിരുന്ന കാലഘട്ടങ്ങളിൽ അതിനൊരു റെമഡി ആയിട്ടാണ്, അതിനുള്ള ഒരു പരിഹാരമായിട്ടാണ് നമ്മൾ ഒന്നായിട്ട് നിൽക്കണം എന്നുള്ള ആശയമാണ്. അങ്ങനെ ഒരുപക്ഷെ വായിച്ചപ്പോഴായിരിക്കണം പിതാക്കന്മാർക്ക് അങ്ങനെ തോന്നിയത് ഈ കർത്താവിന്റെ മഹാപുരോഗതി പ്രാർത്ഥന, യേശുവിനെ വിശ്വസിക്കുന്ന എല്ലാവരും ഒന്നായി തീരണം എന്നുള്ളത്. അത് എല്ലാ കാലത്തും പ്രശസ്തമായ കാര്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ അതങ്ങനെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള എല്ലാവരും ഒന്നായി തീരുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ ആദ്യം വേണ്ടത് പരസ്പരമായിട്ടുള്ള അംഗീകാരങ്ങളാണ്. അതിനെ ഞാൻ സഭാ മക്കളെ ഉപദേശിക്കുമ്പോൾ ഇങ്ങനെ പറയും, മറ്റ് സഭകളിൽ പറയുന്ന ആൾക്കാരോട് ചേർന്ന് പറയുമ്പോൾ അവരോടും പറയും, നമ്മൾ അതാത് സഭകളിൽ ഉറച്ചു നിൽക്കണം. കാത്തലിക് സഭകളിലാണെങ്കിൽ അവിടെ അവരെ ഉറച്ചു നിൽക്കണം. മാർത്തോമാക്കാരാണ്, അവരെ ആ സഭയിൽ ഉറച്ചു നിൽക്കണം. മറ്റ് യാക്കോബ സഭ, ഓർത്തഡോക്സ് സഭയിൽ അവരെ ആ സഭയിൽ ഉറച്ചു നിൽക്കണം. CSIക്കാർ ആ സഭയിൽ ഉറച്ചു നിൽക്കണം. അതിൻ്റെ അച്ഛന്മാർക്കും അതുപോലെ തന്നെ പിതാക്കന്മാർക്കുമുള്ള ചുമതലയുണ്ട്. ആ സഭയെക്കുറിച്ചുള്ള ചരിത്രവും അതിൻ്റെ ഉപദേശങ്ങളും അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളും നിശ്ചയമായി കുഞ്ഞുങ്ങളെ ചെറുപ്രായത്തിൽ തന്നെ പഠിപ്പിക്കണം. എങ്കിൽ മാത്രമേ സഭയെക്കുറിച്ച് അവർക്ക് അറിയത്തുള്ളൂ. സമൂഹത്തിൽ അവരിറങ്ങുമ്പോൾ, വ്യത്യസ്തങ്ങളെ കാണുമ്പോൾ അവരുടെ സഭകളിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ. എല്ലാ സഭകളും ഉയർത്തുന്നത് ഈ ദൈവവിശ്വാസമാണല്ലോ, അതുകൊണ്ട് അത് നമ്മൾ പറയണം എന്ന് ഞാൻ പറയാറുണ്ട്. പലപ്പോഴും അതിൽ ഞങ്ങൾ ഉൾപ്പെടെ പരാജയപ്പെട്ട് പോകുന്നുണ്ട്. ഒരുപക്ഷെ കാത്തലിക് സഭ അതിന് കുറെ കൂടെ മെച്ചമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ വിശ്വാസം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് യാതൊരു വിധമായ ദോഷവുമില്ല. അഭിനയ കലർങ്ങാട് പിതാവ് അങ്ങനെ സഭാമക്കളെ ഒന്ന് ഉപദേശിച്ച് ഇപ്പോൾ ഉണ്ടായ പല അകലങ്ങളൊക്കെ ഒരുപക്ഷെ നമുക്കറിയാം.
അതിനകത്ത് യാതൊരു തെറ്റുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് അവരുടെ കടമയാണ്. സഭാമക്കളെ സഭയുടെ ഉപദേശങ്ങളും വിശ്വാസങ്ങളും പറഞ്ഞു പഠിപ്പിക്കേണ്ടതും അതിന് എതിരായിട്ടുള്ള തടസ്സങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അപകടങ്ങൾ വരുമ്പോൾ അതിനെ സഭാമക്കളെ അതിനെ ബോധ്യപ്പെടുത്തേണ്ട കടമ അതാത് സഭകളിലെ അധ്യക്ഷന്മാർക്ക് പിതാക്കന്മാർക്ക് ഉണ്ട്. ഞാൻ അത് ആ കൂട്ടത്തിലാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്രകാരം ഒരു സംരംഭം അത് വളരെ വളരെ ശ്രേഷ്ഠമേറിയ ഒരു സംരംഭമാണ്. വളരെ നാളത്തെ പ്രിയപ്പെട്ട തയ്യലച്ഛൻ്റെയും അദ്ദേഹത്തോട് കൂടെ പ്രവർത്തിച്ച ആളുകളുടെയും പരിശ്രമമാണ് ഞങ്ങൾ ഇത്രയും പേരെ ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിച്ചത്. വളരെ നേരത്തെ അത് പറയുകയും പ്രോഗ്രാമൊക്കെ കൊടുക്കുകയും ഒക്കെയും ചെയ്തു. തീർച്ചയായിട്ടും അവരെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇന്നത്തെ സമ്മേളനത്തിന്റെ പ്രത്യേകത സഭകളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചുള്ള വിവിധങ്ങളായ വിഷയങ്ങൾ ഇവിടെ അതിന് ആധികാരികമായി പറയാനുള്ള നമ്മുടെ സഭാമക്കൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അതിലും എനിക്ക് സന്തോഷമുണ്ട്. കാരണം അത് ആവശ്യമാണ്. ഇങ്ങനെ നമുക്കൊരു സമ്മേളനം ഈ പെരുന്നാളോടനുബന്ധിച്ച് സംഘടിപ്പിച്ചതിൽ പ്രത്യേകിച്ച് ഞാൻ ഈ സഭയെയും ഈ ഇടവകയെയും അഭിനന്ദിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയ അച്ഛനെയും അതുപോലെ തന്നെ നമ്മുടെ എത്രയും ബഹുമാനിയായ കലങ്ങാട് പിതാവിനെയും ഞാൻ ആ കാര്യത്തിൽ അഭിനന്ദിക്കുന്നു. നമുക്കിത് ഏറ്റവും ഗുണകരമായി തീരട്ടെ. ഒരു കാര്യം ഉണ്ട്, നമ്മൾ കർത്താവിനെ പ്രസംഗിക്കുമ്പോൾ, ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ, ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ആ പറയുന്ന പറച്ചിലേക്കാൾ അപ്പുറമായി സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നത് നമ്മുടെ പ്രവൃത്തികളാണ്. പ്രവൃത്തിയും വിശ്വാസവും തമ്മിൽ ഒരുമിച്ച് പോകേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ പൊരുത്തക്കേട് ഉണ്ടാവും. നമ്മുടെ വളർച്ചയ്ക്ക്, നമ്മുടെ സ്വാധീനത്തിന് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഈ അന്തരമാണ്. അത് കഴിയുന്നത്രയും കുറച്ചു കൊണ്ടുവരേണ്ട ബാധ്യത നമുക്കുണ്ട്. അതിന് നമുക്കിടയായി തീരട്ടെ. ഇപ്രകാരമുള്ള സമ്മേളനങ്ങൾ ഒരു സഭയെ മാത്രമല്ല എല്ലാ സഭകളെയും ക്രിസ്ത്യാനികൾ ആകമാനമായി ആ ഒരു ക്രിസ്തീയ നിലവാരത്തിലേക്ക്, മൂല്യബോധത്തിലേക്ക് ഉയർത്തുവാനും സമൂഹത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാനും അതിടയായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതുപോലുള്ള സമ്മേളനങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പ്രത്യേകിച്ച് നേതൃത്വം നൽകിയ ഈ ഇടവക അംഗങ്ങൾക്കും പ്രത്യേകിച്ച് വികാരിയച്ഛനും സഭാപിതാക്കന്മാർക്കും എന്നെ പ്രത്യേകമായി ഇതിന് ക്ഷണിച്ചതിന് ഇതിൻ്റെ സംഘടനകൾ എല്ലാവരോടുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, സ്നേഹം ഈ സമയത്ത് അറിയിക്കും. CSI ഈസ്റ്റ് കേരള മഹാടവയുടെയും അതുപോലെ തന്നെ കൊല്ലം കൊട്ടാരക്കര CSI മഹാടവയുടെയും അതുപോലെ തന്നെ സൗത്ത് കേരള, ദക്ഷിണ കേരള CSI മഹാടവയുടെയും എല്ലാവിധമായ ആശംസകളും ദൈവനാമത്തിൽ നേരുന്നു. ദൈവം നമ്മളെല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. CSI സഭയുടെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ഈസ്റ്റ് കേരള മഹാ ഇടവക റൈറ്റ് റെവറൻഡ് PS ഫ്രാൻസിസ് ബിഷപ്പിന് നന്ദി.